പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവപാദപീഠത്തിലായിരിക്കാൻ, കർത്താവിൻ്റെ സന്ധിയിൽ അടുത്തു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു ആയുസ്സിൽ കാണാത്ത ഒരു പുത്തൻ പ്രഭാതം, പുതിയ പുലരി കാണുവാൻ ദൈവമായ കർത്താവ് ആയുസ്സിനെ, ആരോഗ്യത്തെ ദീർഘിപ്പിച്ച് തന്നതോർത്ത് കർത്താവിനെ നന്ദി പറഞ്ഞുകൊണ്ട്, അപ്പോൾ തന്നെ യോഗ്യതയില്ലാതിരുന്നിടത്ത്, അർഹതയില്ലാതിരുന്ന സ്ഥാനത്ത് അർഹരാക്കി യോഗ്യരാക്കി തീർത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നമ്മളെ മറച്ച് കാത്തു സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ദൈവകൃപയ്ക്കായി കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ പ്രഭാതം പ്രാർത്ഥനയോടുകൂടി ദൈവവചന ധ്യാനത്തിനായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 10-ാമത് വാക്യം. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ നിന്നെ ശക്തീകരിക്കും. ഇതൊരു മശികൈക അധ്യായമായിട്ടാണ്, പുസ്തകമായിട്ടാണ് യെശയ്യാ പ്രവാചകൻ പലതും. യെശയ്യാ പ്രവാചകൻ 750 വർഷം, ക്രിസ്തു ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുൻപ് യേശു കർത്താവിനെ കുറിച്ചുള്ള പ്രവചനം, പ്രത്യേകിച്ച് 53-ാം അധ്യായം കഷ്ടാനുഭവം, പീഡാനുഭവം ഒക്കെ വിവരിക്കുന്നത്. അതിൽ ഒരു ഭാഗമാണ് 41-ാം അധ്യായം യേശുവിനെ കുറിച്ച് തന്നെ പ്രസ്താവിക്കുകയും അതിൻ്റെ ആ കാഴ്ചപ്പാടിൽ നിന്ന് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഇതിനകത്തൊരു വാക്യം യേശുവിനെ കുറിക്കുന്ന മാത്രമല്ല, ഇന്നീ വചനം കേൾക്കുന്ന സർവ്വപേരിലേക്കും പകരപ്പെടുന്ന ആ ഒരു വചനം: ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഈ മശിഹൈക അധ്യായത്തിനകത്ത് 41-ന്റെ 10-ാമത്തെ വാക്യം മാത്രം ഒന്ന് അടർത്തിയെടുത്ത് അതുമാത്രം ഒരു ഇൻസ്പിറേഷൻ, പ്രചോദനമായി ഈ പ്രഭാതത്തിൽ ദൈവജനത്തിനു വേണ്ടി പകരപ്പെടുമ്പോൾ ആ വാക്ക് പറയുന്നത്: ഞാൻ നിന്നെ ശക്തീകരിക്കും. ആരെയാണ് ശക്തീകരിക്കേണ്ട ആവശ്യമുള്ളത്? എവിടെയോ ശക്തി കുറഞ്ഞു, ഇനി ബലമില്ല, അല്ലെങ്കിൽ എതിര് നിൽക്കുന്നയാൾ തങ്ങളെക്കാൾ ശക്തരാണെന്ന് തോന്നുമ്പോൾ, മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുമ്പോൾ, അവിടെയാണ് ഈ വചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ബലം പകരുമെന്ന് ശക്തീകരിക്കും. അടുത്തത്, ഞാൻ നിന്നെ സഹായിക്കും. അടുത്ത വാക്ക് പറയുക: ഞാൻ നിന്നെ സഹായിക്കും. ആർക്കാ സഹായം വേണ്ടത്? നമ്മൾ ചെന്ന് ചോദിക്കുന്നേ, ഏതായാലും സാധാരണ ഒരാളുടെ അടുത്ത്, ഒരു ഭിക്ഷക്കാരൻ തന്നേക്കാൾ താഴ്ന്ന ഒരാളുടെ അടുത്ത് സഹായം ചോദിക്കുകയില്ല. ഒരു പൗരൻ തന്നേക്കാൾ താഴ്ന്ന ഒരാളുടെ അടുത്ത് സഹായം ചോദിക്കത്തില്ല. ഒരു വില്ലേജ് ഓഫീസർ ചെന്ന് സഹായം ചോദിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേളിലുള്ള തഹസിൽദാരോടായിരിക്കും. തഹസിൽദാർ സഹായം ചോദിക്കണമെങ്കിൽ, സാധാരണ ഒഫീഷ്യൽ സഹായം ചോദിക്കണമെങ്കിൽ അതിൻ്റെ മുകളിലുള്ള കളക്ടറോടായിരിക്കും. കളക്ടർ സഹായം ചോദിക്കുന്ന ആ രാജ്യത്തിലെ, ആ ദേശത്തെ മന്ത്രിയോടായിരിക്കും. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത്, ആ മുകളിലുള്ള ആൾക്ക് മാത്രമേ സഹായിക്കാൻ കഴിയുകയുള്ളൂ. അപ്പം സഹായം ആവശ്യമുള്ള താഴെ, സഹായം നഷ്ടപ്പെട്ടു പോയി. ഇവിടെ സഹായം എപ്പോഴും തരാൻ ഇടമുള്ള, സ്ഥലമുള്ള, സൗകര്യമുള്ള ഒരു ഇടമുണ്ട്. അതുകൊണ്ട് കരുണ ലഭിക്കുവാൻ, തക്ക സമയത്ത് സഹായത്തിനുള്ള വരം പ്രാപിപ്പാൻ, ധൈര്യത്തോടെ കൃപാസനത്തോളം അടുത്തു വരുവാൻ, എബ്രായർ 4:16 അങ്ങനെ ഒരു കൃപാസനം, അങ്ങനെ ഒരു തോൺ ഓഫ് ഗ്രേസ് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഏത് സമയത്തും സഹായത്തിന് വരം ലഭിക്കുവാൻ. ഹല്ലേലൂയ. അടുത്ത വചനം പറയുന്നു: എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട്, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. കുഞ്ഞെ, ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ നീതി എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? നിനക്ക് നീതി കിട്ടാതെ പോയി എന്ന് തോന്നുന്നുണ്ടോ? ഈ ലോകത്തിൻ്റെ വിധിക്കകത്ത് നിനക്ക് നീതി കിട്ടാതെ പോയി, നിന്നെ എവിടെയോ നീതിയിൽ കുടുക്കിയിട്ടിട്ട് നിന്റെ നീതി നിഷേധിക്കപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ പറയട്ടെ, ദൈവത്തിൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് കർത്താവ് നിന്നെ താങ്ങും. ദൈവത്തിൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ദൈവം നിന്നെ താങ്ങും. ദൈവത്തിൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് കർത്താവ് നിന്നെ താങ്ങും. ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചാട്ടെ. കർത്താവിൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് യഹോവ നിന്നെ താങ്ങും. ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചാട്ടെ. ഈ പ്രഭാതം അനുഗ്രഹമാകട്ടെ. ഇന്ന് ഈ ചിന്തകൾ അനുഗ്രഹമാകട്ടെ. ഞാൻ നിന്നെ ശക്തീകരിക്കും. കുഞ്ഞെ, ശക്തിയില്ലാതെ പോയോ? നിനക്ക് നടക്കാൻ കഴിയുന്നില്ലേ? നിനക്ക് ഓടുവാൻ കഴിയുന്നില്ലേ? മുൻപോട്ടൊരു സ്റ്റെപ്പ് പോലും കടക്കുവാൻ കഴിയുന്നില്ലേ? നിന്റെ കൈക്ക് പിടിച്ച് ശക്തി പകരുന്ന ഒരുവനുണ്ട്. നല്ല ശമരിയക്കാരൻ കിടക്കുന്ന ഒരുവനെ എഴുന്നേൽപ്പിച്ച് ശക്തി കൊടുത്തൊരിടമുണ്ടല്ലോ.
ബലം പകർന്നു കൊടുത്തിരിടമുണ്ടല്ലോ. ഹല്ലേലൂയ. എൻ്റെ നീതിയുള്ള ആ വലങ്കരം ശക്തിയില്ലാതെ തകർന്നു പോയി ഇടത്ത് ശക്തി പകരും. എണ്ണയും വീഞ്ഞും പകർന്ന് ശക്തി പകർന്ന പോലെ യെശയ്യാ പ്രവാചകൻ തന്നെ ഈ അധ്യായത്തിൻ്റെ അവസാനം അങ്ങനെ പറയുന്നുണ്ട്, കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നു തരും. ആരാ? യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നു വരും. ഈ ശക്തി ലഭിക്കുന്നത് ആർക്കാണെന്നറിയാമോ? യഹോവയെ കാത്തിരിക്കുന്നവർക്ക്. ശക്തി ഇല്ലാതിരിക്കുന്നവർക്ക് നിനക്ക് ശക്തി ലഭിക്കും. ഞാൻ നിന്നെ സഹായിക്കും. നിന്റെ ആശയറ്റു പോകുന്നിടത്ത് എല്ലാ സഹായഹസ്തങ്ങളും മാറിപ്പോകുന്നിടത്ത് സഹായിക്കാൻ ഒരു ഇടമുണ്ട്, ഒരു തോൺ ഓഫ് ഡേയ്സ് ഉണ്ട്, ഒരു സിംഹാസനമുണ്ട്, നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന, നിനക്ക് വേണ്ടി നീട്ടപ്പെടുന്ന ഒരു കരം, ഒരു പൊൻചക്കോലുണ്ട്, ദൈവസിംഹാസനം. ഹല്ലേലൂയ. നീതിയുള്ള വലങ്കൈ, നീതിയുള്ള വലങ്കൈ. നിന്റെ നീതി നിഷേധിക്കപ്പെട്ടയിടത്ത്, നിന്നെ മാറ്റി നിർത്തപ്പെട്ടയിടത്ത്, നിന്നെ ഒതുക്കപ്പെട്ടയിടത്ത്, നിന്നെ ഉപേക്ഷിക്കപ്പെട്ടയിടത്ത് നീതിയുള്ള വലങ്കൈ നിന്നെ താങ്ങും. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരുമിച്ച് തലകളെ വണക്കാം. പ്രാർത്ഥിക്കുക. സ്വർഗീയ കർത്താവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ദൈവജനത്തിനായി കൈമാറുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. താങ്ങുന്ന ദൈവത്തിൻ്റെ കരം ജനത്തോട് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ഒരു സാന്നിധ്യം കൊണ്ട് മറയ്ക്കും. ദൈവകൃപ വ്യാപരിക്കും, ആത്മാവിൽ ബലപ്പെടുത്തും, അദൃശ്യ സാന്നിധ്യത്താൽ നിറയ്ക്കുന്നപ്പാ. ദൈവകരം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ പ്രഭാതം, ഈ ദിവസം അനുഗ്രഹമാക്കുന്നതിനായി നന്ദി. നീതിയുള്ള വലങ്കൈ കൊണ്ട് താങ്ങുന്ന ദൈവത്തിന്റെ ആ പ്രവർത്തിക്കായി, ദൈവത്തിന്റെ കരത്തിനായി നന്ദി പറയുന്നത് കർത്താവേ. ശക്തീകരിക്കുന്ന ദൈവം കൂടിയിരിക്കുന്നതിനായി നന്ദി. വീണു പോകുകയില്ല, ശക്തീകരിക്കപ്പെടും. അതേ സഹായ ഹസ്തം നീട്ടി ദൈവം കൂടെയുള്ളതിനായി നന്ദി പറയുന്നു. തൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥനയ്ക്കാൽ സ്തോത്രം. എല്ലാ മാനമഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിൻ്റെ വിശാലമേറിയ ചിറകടിക്കുള്ളിൽ നമ്മളെ മറക്കപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.